എങ്ങനെയുണ്ട് വാവച്ചിട്ട് ഇപ്പൊ ഒരു ഫീലിംഗ്? 2 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാ, വാവച്ചി മാത്രല്ല. എങ്ങനെയുണ്ട്? ഒരു ഫീലിംഗും ഇല്ല, ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഇനി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാവച്ചിയോട് ചോദിക്കാം അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, പുതിയ ഫ്രണ്ട്സിനെ കിട്ടൂലോ, പുതിയ ക്ലാസ് ടീച്ചർ. പറ, വാവച്ചിയുടെ ഫ്രണ്ട് വാവച്ചിയുടെ സ്കൂളിൽ വരുവാന്ന്. വാവച്ചിയുടെ സ്കൂളിൽ ചേർന്നു അല്ലേ? വാവച്ചി 2 മാസം കഴിഞ്ഞിട്ട് വാവച്ചിക്ക് സ്കൂളിൽ പോകാൻ പോവാണെന്ന്. വാവച്ചിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്, കാരണം എന്നെ മിസ് ചെയ്യുമെന്നാണ് വാവച്ചി പറയുന്നത്. കാരണം ഇത്രയും നാളെ 2 മാസമൊക്കെ രാവിലെ തൊട്ട് ഫുൾ ടൈം എന്നെ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വാവച്ചിക്ക് എന്നെ മിസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് പിന്നെ ഉച്ചവരെ ഉള്ളൂ, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഉച്ചവരെ ആയതുകൊണ്ട് പിന്നെ വാവച്ചിനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം ഇത്തിരി സങ്കടം കുറവായിരിക്കും, കാരണം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ക്ലാസ്സിൽ പോയതിൻ്റെ. അപ്പം എന്നാലും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ആശ്വസിപ്പിച്ച് വന്നിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി വാവച്ചി വന്നതിന് ശേഷമായിരിക്കും അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വേഗം ചെയ്യണം, കാരണം ഇന്ന് ഉച്ചവരെ ഉള്ളത് കൊണ്ട് ദാ പോയി ദേ വന്നു എന്ന പോലെയായിരിക്കും സമയം പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേഗം കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് വാവച്ചിനെ പിക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഹൈ ഗൈസ്, അപ്പോൾ ഇതേ 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവച്ചിനെ നമ്മൾ വിളിക്കാൻ പോവാണ്. 9:30 കൊണ്ട് വിട്ടു, പക്ഷേ ഇതേ പെട്ടെന്ന് സമയം പോയി. ഇതേ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വാവച്ചി വരുന്നവരെ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം വാവച്ചിയുടെ ആദ്യത്തെ 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് വാവച്ചി പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വാവച്ചി സങ്കടത്തിലായിരുന്നോ അതോ ഭയങ്കര ഹാപ്പി ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചറിയാം നമുക്ക്. സുധി വാവച്ചിനെ വിളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അതിനു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ പറ. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ആരൊക്കെ കിട്ടി? ആണോ? അത് പുതിയ ഫ്രണ്ട്സ് പിന്നെ മിണ്ടിക്കോളും. എങ്ങനെയുണ്ടായിരുന്നു? അപ്പം റേറ്റ് ചെയ്യും. ഗുഡായിരുന്നോ ബാഡായിരുന്നോ? സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള് ഇവിടെ നോക്ക്, ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? അതെന്നാ? അത് പിന്നെ മിണ്ടിക്കോളും. ഇവന് ലഡ്ഡു കഴിച്ചായിരുന്നോ? നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ? ലഡ്ഡു നമുക്ക് കിട്ടി അല്ലേ? എന്താ ഉള്ളേ? ലഡ്ഡു ആയിരിക്കും. പേപ്പറോ? ആണോ? അച്ഛനോടോ അമ്മോടോ പറയാ കാർഡോ അതെ പേപ്പറോ? ഓക്കെ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം വീട്ടിൽ പോയിട്ടോ. ഏത് ഫ്രണ്ട്സാ വേണ്ടത്? ആശറിന്റെ അടുത്താണോ ഇരുന്നത്? പിന്നെ എങ്ങോട്ട് പോയി? ഓക്കെ, പിന്നെ ഏത് ഫ്രണ്ട് ഇരുന്ന കൊച്ച്? ഞാൻ നോക്കാം. സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് അതായത് ഒരു പട്ടം പറത്തി വാവച്ചി, അത് കാറ്റ് വന്ന് പറത്തിക്കൊണ്ടുപോയി ഇതേ റോട്ടി കിടക്കുന്നു അല്ലേ? നീ പട്ടത്തിൽ പിടിക്കുമ്പോഴേ നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നീയും കാറ്റത്ത് പറന്ന് പട്ടത്തിന്റെ കൂടെ പറന്നു പോവും. നമ്മളൊരു വീഡിയോ കണ്ടിട്ടില്ലേ അല്ലേ? എന്തായിരുന്നത്? പട്ടത്തിനൂടെ പറന്നു പോകുന്ന ഒരാള്. അതെ, സംഭവം. കാറ്റും ഇല്ലല്ലോ വാച്ചി, കാറ്റിന് വേണ്ടി വെയിറ്റിംഗ് വാച്ചി. ഇതിന്നെങ്ങാനും പറക്കുവോ വാച്ചി? കാറ്റില്ലല്ലോ, നമ്മൾ പട്ടം പറക്കാൻ വന്നപ്പോ. കാറ്റോ? വാവ്, വാച്ചി ആദ്യമായിട്ട് കയറ്റ് പറക്കുന്നത് നമ്മള് പറത്തിയിട്ട്.
ഇത് സൈഡിൽ മാത്രം പോകുന്നത്, മുകളിലോട്ട് പോകുന്നില്ല. മുകളിലോട്ട് പോകുന്നില്ലല്ലോ വാച്ചി. വാച്ചി കൈറ്റ് പഠിച്ചപ്പം കൈറ്റ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്ത് കൈറ്റാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. കാറ്റ് വരും, പക്ഷെ സൈഡിലോട്ടാണ് പറക്കുന്നത്. ഒരു കൈറ്റാണ് ഈ പറന്നും പോയി അല്ലേ വാച്ചി? പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാറ്റ് വരുന്നില്ലല്ലോ അപ്പം. അതുകൊണ്ട് കളയുമോ? നമുക്ക് നല്ല കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.